മുസ്ലിമിന് ഒരു ജീവിതത്തിന് ഒരു അർത്ഥവും ഒരു ലക്ഷ്യവുമുണ്ട്. അത് ഈ ലോക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം, അതിനൊരു പർപ്പസ് കൃത്യമായി ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കും. പർപ്പസിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന, മനസ്സിനെ വ്യതിചലിക്കുന്ന എന്തിനേയും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുക. അത് നമ്മളിപ്പം ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഒരു വഴിയിൽ നിന്ന് നമ്മൾ ഒരു റിയാലിറ്റിയിൽ നിന്ന്, ഞാനിപ്പോൾ എൻ്റെ ജോലി, എൻ്റെ കുടുംബം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിയാലിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു പാട്ട് കേട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു DJ പാർട്ടിയിൽ പോയി ഞാൻ ആ റിയാലിറ്റിയിൽ നിന്നും കുറച്ച് നേരത്തേക്ക് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു തരത്തിൽ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടലാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ പ്രയോഗിച്ചിട്ടുള്ളത് തന്നെ നിങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും തെറ്റിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിനോദങ്ങളെ വിലക്ക് വാങ്ങുക എന്നുള്ളതാണ് ഖുർആന്റെ പദപ്രയോഗം. അപ്പം നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും തെറ്റിച്ച് വിശുദ്ധ ഖുർആനിൽ വിനോദങ്ങൾ വിലക്ക് വാങ്ങുന്നത് ഹറാമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരടക്കം പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിലും സംഗീതത്തെ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനെ, പാട്ടിനെയല്ല, പാട്ട് പാടാമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഇൻസ്ട്രുമെന്റൽ മാത്രമായി പാടാം, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഹറാമാണ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനം ഇതാണ്, നമ്മുടെ ഒരു റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നു. അതൊരു പക്ഷേ ഒരു മതമില്ലാത്ത അല്ലെങ്കിൽ ഈ മതത്തിന്റെ പുറത്തു നിൽക്കുന്ന, ഈ ലോകവീക്ഷണത്തിന്റെ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് അബ്സേർഡായിട്ട് തോന്നാം സ്വാഭാവികമായിട്ടും, ഒരു പാട്ട് അല്ലെങ്കിൽ സംഗീതം പോലും ഇല്ലാത്ത. പക്ഷേ ഈ ഏതൊരു ലോകവീക്ഷണത്തിനെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് വരണം. അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് കൃത്യമായൊരു ജീവിത ലക്ഷ്യവും ജീവിത വീക്ഷണവുമുണ്ട്. അതിൽ നിന്നും തെറ്റിക്കുന്നത് പലതരത്തിൽ അത് നിരുത്സാഹപ്പെടുത്തിയതുണ്ടാവാം, ഹറാമായതുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഇങ്ങനൊരു ചോദ്യം മുനയിൽ നിർത്താൻ മാത്രം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കലാരൂപം അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സംഗീതം കേൾക്കുന്നില്ല, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഫുള്ളി സംഗീതം കേൾക്കുന്നില്ല, ഇതൊന്നും ഒരു തരത്തിലും നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെയോ ഇവിടെയുള്ള പൊതുസമൂഹത്തെ ബാധിക്കുന്നുണ്ട്.